കെ സുധാകരനെ നിയമസഭാ സീറ്റ് നൽകരുതെന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുന ഖാർഗെക്ക് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് അയച്ചു എന്ന് പറയുന്ന കത്തുമായി ബന്ധപ്പെട്ട് സുധാകരന്റെ അനന്തരവൻ അജിത് കുമാറിനെ പോലീസ് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്ത് മൊഴി രേഖപ്പെടുത്തി. കത്ത് പ്രചരിപ്പിച്ച കേസിൽ പ്രതി ചേർക്കപ്പെട്ടവരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് സൈബർ പോലീസിന്റെ നടപടി. സുധാകരന്റെ സഹോദരിയുടെ മകനാണ് അജിത് കുമാർ. ഗ്രൂപ്പിൽ നിന്ന് ലഭിച്ച കത്ത് വ്യക്തികൾക്ക് ഫോർവേഡ് ചെയ്തതാണെന്നും വ്യാജ കത്താണെന്ന് അറിഞ്ഞിരുന്നില്ലെന്നുമാണ് അജിത്തിന്റെ പ്രതികരണം. കെ സുധാകരനെ മോശക്കാരനാക്കാനാണ് തനിക്കെതിരെ വാർത്ത വരുന്നതെന്നും KS ബ്രിഗേഡ് എന്ന ഗ്രൂപ്പിൽ അജിത് കുമാർ വിശദീകരിച്ചു. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിന്റെ പേരിലാണ് വ്യാജ കത്ത് ഇറങ്ങിയത്. സണ്ണി ജോസഫ് AICCക്ക് അയച്ചത് എന്ന പേരിലാണ് കത്ത് പ്രചരിച്ചത്. കണ്ണൂരിൽ കെ സുധാകരനെ മത്സരിപ്പിച്ചാൽ വിജയസാധ്യത കുറവാണ്, അതിനാൽ TO മോഹനെ നിർദ്ദേശിക്കുന്നു എന്നായിരുന്നു കത്തിന്റെ ഉള്ളടക്കം. കെ സുധാകരന്റെ അവസരം ഇല്ലാതാക്കിയത് സണ്ണി ജോസഫ് ആണ് എന്ന വികാരം ഇതോടെ സുധാകരൻ അനുകൂലികൾക്കിടയിലുണ്ടായി. കത്ത് വ്യാജമാണെന്ന് സണ്ണി ജോസഫ് അന്ന് വ്യക്തമാക്കിയിരുന്നു. കണ്ണൂരിൽ മത്സരിക്കാൻ സുധാകരൻ ശാഠ്യം പിടിച്ചത് സ്ഥാനാർത്ഥി നിർണയ ഘട്ടത്തിൽ കോൺഗ്രസിൽ വലിയ പ്രതിസന്ധിയും വിവാദവുമായിരുന്നു. ദിവസങ്ങൾ നീണ്ട നാടകീയ സംഭവങ്ങൾക്കൊടുവിലാണ് മുൻ മേയർ TO മോഹനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത്. ഇതിനു പിന്നാലെയാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ കത്ത് പ്രചരിച്ചത്. പ്രസിഡന്റിന്റെ പരാതിയിലാണ് സൈബർ പോലീസ് കേസെടുത്തത്. കോൺഗ്രസിൽ നിന്ന് പുറത്താക്കപ്പെട്ട അബ്ദുൾ ഖാദർ, KJ ജോസഫ് എന്നിവരെ പ്രതികളാക്കിയാണ് പോലീസ് കേസെടുത്തത്. കെ സുധാകരന്റെ അനന്തരവൻ അജിത് കുമാറാണ് ഈ കത്ത് വാട്സപ്പിൽ അയച്ചു തന്നതെന്ന് ഇരുവരും ചോദ്യം ചെയ്യലിൽ പറഞ്ഞു. തുടർന്ന് അന്വേഷണത്തിന്റെ ഭാഗമായാണ് സുധാകരന്റെ മരുമകനെ പോലീസ് ചോദ്യം ചെയ്തത്. സുധാകരന്റെ സ്ഥാനാർത്ഥിത്വം ഇല്ലാതാക്കിയത് സണ്ണി ജോസഫ് ആണെന്ന വികാരം ഉയർത്തിവിടുകയായിരുന്നു ലക്ഷ്യമെന്നും പോലീസ് പറയുന്നു. സമൂഹ മാധ്യമ ഗ്രൂപ്പുകളിൽ കണ്ട കത്ത് വ്യക്തികൾക്ക് ഫോർവേഡ് ചെയ്യുന്നതിലപ്പുറം തനിക്ക് കത്തുമായി ബന്ധമില്ലെന്നാണ് അജിത് കുമാർ പോലീസിനോട് പറഞ്ഞത്. കത്ത് വ്യാജമാണോ യഥാർത്ഥമാണോ എന്ന് അറിയില്ലായിരുന്നു എന്നും അജിത് പോലീസിനോട് പറഞ്ഞതായാണ് വിവരം.